ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു പുതിയ കോൺസെപ്റ്റും കൊണ്ട് ആണ് ഞാൻ വന്നത്. കാരണം നമ്മൾ ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് രാധാകൃഷ്ണ പിക്ചേഴ്സ് കാണാനായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ രാധാകൃഷ്ണ പിക്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 10-12 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ രാധാകൃഷ്ണ പിക്ചേഴ്സൊക്കെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് അതിങ്ങനെ പല സ്ഥലത്തുനിന്നും എടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ഇത്രയ്ക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ AI ക്യാമറയൊക്കെ വന്നപ്പോൾ നല്ല നല്ല പോസ്റ്റേഴ്സൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതായിട്ട് കാണാം. പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ രാധേ രാധേ, രാധാകൃഷ്ണ, കൃഷ്ണ രാധ അങ്ങനെയൊക്കെയുള്ള സൈറ്റുകളിലൊക്കെ പോയിട്ടാണ് നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു രസമായിട്ടാണ് ഈ ഫേസ്ബുക്കിനകത്ത് ഇട്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും നിഗമനങ്ങളായിട്ട് വിളിക്കാൻ തുടങ്ങി. നിങ്ങളെന്താണ് ഈ രാധാകൃഷ്ണ പിക്ചേഴ്സ് ഇടുന്നത്? നിങ്ങൾ ഹിന്ദുവൽക്കരിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല, ഹിന്ദുവൽക്കരണമല്ല നടത്തുന്നത്. രാധാകൃഷ്ണ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറീസ് ഇൻ ദ വേൾഡാണ്. ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും നല്ലൊരു പ്രണയ കാവ്യമാണ് രാധയുടെയും കൃഷ്ണൻ്റെയും ആ ഒരു സങ്കല്പം എന്ന് കാണാം. കാരണം അത് ഒരു അൺകണ്ടീഷണൽ ലവാണ്. നമുക്ക് ഒരു ഭയങ്കര നിസ്സീമമായ ഒരു പ്രണയം, സ്നേഹം, ഇതൊക്കെയാണ് രാധയുടെയും കൃഷ്ണൻ്റെയും ആ ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. എല്ലാ നാടുകളിലും ഉണ്ട്. റോമിയോ ജൂലിയറ്റ്, മറ്റേ ലൈല മജ്നു, പിന്നെ അതുപോലെ തന്നെ ഷാജഹാൻ ചക്രവർത്തി, മുംതാസ്. ഈ ലോകോത്തര പ്രണയങ്ങൾ ധാരാളമായിട്ട് പല നാടുകളിലും ഇതുപോലെ പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളായിട്ട് പല സ്ഥലത്തും പ്രണയിതാക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റാറുണ്ട്. പക്ഷേ രാധയുടെയും കൃഷ്ണൻ്റെയും ഒരിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഇഷ്ടത്തിനെയാണ് അത് കുറിക്കുന്നത്. ഒരു കാരണവശാലും അതൊരു ഹിന്ദുവൽക്കരണമല്ല. പിന്നെ ഹിന്ദുവൽക്കരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മധ്യേന്ത്യയിൽ നമുക്ക് ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടു. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണന്മാരുടെ അത്യധികമായ യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊരു രക്തപങ്കിലമായ സമൂഹമായിട്ട് മാറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ആ മതത്തിനോടുള്ള ആ ഒരു വിശ്വാസം കുറയാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു മതത്തിന് എല്ലാത്തിനെയും സ്വാംശീകരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വയം നവീകരിക്കപ്പെടുന്നുണ്ട്. പല സമയങ്ങളിലും അത് സ്വയം നവീകരിക്കപ്പെടുന്നതായിട്ട് കാണാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്തി വരുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സണൽ അട്രാക്ഷൻ ടു എ പർട്ടിക്കുലർ ഗോഡ്. ഒരു പ്രത്യേകമായ ഒരു ദൈവത്തിനോട് നമുക്ക് തോന്നുന്ന വളരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുരോഹിത വർഗത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ദൈവത്തിനെ അനുഷ്ഠിക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഭക്തി പ്രസ്ഥാനം വന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആളുകളും കീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും പാടാനും ദൈവത്തിനോട് നേരിട്ട് സംവദിക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ പോടാ എന്നുള്ള ലെവലിൽ ആ ഒരു ദൈവത്തിനെ മനുഷ്യരിലേക്ക് കൂടുതൽ അടുപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വന്നത്. ഇത് ബംഗാളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായി മാറി? അത് കൃഷ്ണനെ ആയാലും രാമനെ ആയാലും കൃഷ്ണനെ കാമുകനായും ഭർത്താവായും എല്ലാം കാണാൻ തുടങ്ങുന്ന ഒരു പ്രവണത വരുന്നതായി കാണാം. ഇതിനെ ഒരു ഇറോട്ടിക് ഭക്തി പ്രസ്ഥാനം എന്നുള്ള പേരിലൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്നു. കാരണം ചൈതന്യൻ, രാമാനുജൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഭക്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഇറോട്ടിക് ഭക്തി പ്രസ്ഥാനം എന്നുള്ള തരത്തിലേക്ക് ഭക്തിയെ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അടുപ്പം കൂടി
അവർ തമ്മിലുള്ള ആ ഗ്യാപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കടന്നു വന്ന ഒരു സങ്കല്പമാണ് രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുന്നത്. പിന്നീട് അത് ഗുജറാത്തിൽ ഇപ്പോഴും രാധേ രാധേ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങൾ രാധേ രാധേ എന്ന് പറഞ്ഞൊരു കൾട്ട് തന്നെയുണ്ട്. അതുപോലെ വൃന്ദാവനത്തിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ രാധേ രാധേ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നമ്മളെ സംബോധന ചെയ്യുന്നത് എന്ന് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സിൻ്റെ കൂടെ പലതരം ഒപ്പീനിയൻസാണ്. ഞങ്ങൾ സമ്മതിക്കില്ല, ഇത് എന്താ പറയുക, രുക്മിണിയാണ് ശ്രീകൃഷ്ണൻ്റെ ഭാര്യ, ഒരു കാരണവശാലും രാധയെ കൊണ്ടുവരാനായിട്ട് പാടില്ല, രാധ കാമുകിയല്ലേ, അപ്പോൾ അതെന്തായി മാറി, ആ സങ്കല്പം മാറുന്നതായിട്ട് കാണാം ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ രാധാകൃഷ്ണ സങ്കല്പം പോലെ തന്നെ റൊമാൻറ്റിക് ആണോ? അടുത്ത ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും ഓരോ സ്ത്രീയിലും ഒരു റൊമാൻറ്റിക് ഭാവമുണ്ട്. അതിലെ ഏറ്റവും ഉദാത്തമായ ഒരു ലെവലിലാണ് രാധ നിൽക്കുന്നത്. ആ രാധയുടെ ആ റൊമാൻറ്റിക് സങ്കല്പം എല്ലാ സ്ത്രീയിലും ആ ഒരു റൊമാൻറ്റിക് സങ്കല്പമുണ്ട്. പിന്നെ ചിലർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ചിലർ ഭയങ്കര വാശിക്കാരായിരിക്കും, പിന്നെ ചിലർ ഞാൻ പിടിച്ച കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആളുകളായിരിക്കാം. പക്ഷെ രാധ ഒരു പേഷ്യൻസ് അഥവാ ഒരു ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, എന്താ പറയുക, ഒരു കൃഷ്ണനെ ഒരു സ്വന്തം എന്താ പറയുക ഏറ്റവും അങ്ങേയറ്റം ഇഷ്ടം കൊടുത്തുകൊണ്ട് കൃഷ്ണനെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ച വളരെ ഉന്നതയായ ഒരു സ്ത്രീയായിരുന്നു രാധ എന്ന് കാണാം. ഇനി രാധയുടെ അവസാനം എപ്പോഴെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാധ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൃഷ്ണൻ ഇത് വിട്ട് വൃന്ദാവനം വിട്ട് ദ്വാരകയിലേക്ക് പോയി, രാധ ഒറ്റയ്ക്കായി പോയി, രാധ ഒറ്റപ്പെട്ടു പോയി. രാധയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും കുറേ കാലം രാധയ്ക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ വയ്യ. അവസാനം എങ്ങനെയോ ദ്വാരകയിൽ രാധ എത്തിച്ചേർന്ന് ഒരു അതായത് കൃഷ്ണനെ നേരിട്ട് കാണാനൊന്നും രാധ തയ്യാറായില്ല. പക്ഷേ കൃഷ്ണൻ എങ്ങനെയോ കണ്ടുപിടിച്ചു രാധയെ. അവിടെ ആ ഓൺ ദ പ്രസൻസ്, അത് ചിലപ്പോൾ ഒരു പക്ഷേ ആ സോൾമേറ്റ്സ്, ആത്മാവുകൾ തമ്മിലുള്ള ഒരു അടുപ്പമായിരിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എത്തപ്പെട്ടു എന്ന് കണ്ടാൽ നമ്മളുടെ ഏതോ ഒരു ആത്മാവിന് നമ്മളെ കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ എത്തപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ രാധയെ കാണാനായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ രാധയ്ക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി. അത് കഴിഞ്ഞ് അവൾ പോവുകയാണ്. അവിടുന്ന് പോയി അവസാന നിമിഷം അപ്പോഴത്തേക്കും രാധയ്ക്ക് വയ്യാതായി. അവസാന നിമിഷം കൃഷ്ണൻ വരുന്നുണ്ട്. അപ്പം അവസാനം വരുമ്പോൾ ചോദിക്കും, എന്താ നിനക്ക് വേണ്ടത്? അപ്പം എനിക്ക് വേണ്ടി ആ വേണുനാഥം, ആ ഓടക്കുഴൽ ഊതി ഒന്ന് പാടണം എന്ന് രാധ പറയും. ആ ഓടക്കുഴൽ നാദം കേട്ടിട്ട് രാധ കൃഷ്ണൻ്റെ മടിയിൽ കിടന്ന് മരിക്കും. ആ കൃഷ്ണനിൽ ലയിച്ച് ചേരുകയാണെന്നാണ് പറയുന്നത്. അതോടുകൂടിയിട്ട് കൃഷ്ണൻ ആ പുല്ലാങ്കുഴൽ, ആ ഓടക്കുഴൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് രാധാകൃഷ്ണ സങ്കല്പത്തിൻ്റെ അവസാനം. അപ്പോൾ ഇന്ത്യ ലോകത്തിന് നൽകിയ ഈ അൺകണ്ടീഷണൽ ലവിൻ്റെ ഈ ഉദാഹരണം, ഈ രാധാകൃഷ്ണ സങ്കല്പത്തിന് ഒരു കാരണവശാലും ആരും വളച്ചൊടിക്കുകയല്ല ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും ഇന്ത്യയിലത്തെ ഏറ്റവും വലിയൊരു പ്രേമ സങ്കല്പമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്.